രാവിലെ നമ്മുടെ രേവതി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. സച്ചി ആണെങ്കിൽ നേരത്തെ പോകാനുള്ളത് കൊണ്ട് കഴിച്ചു. അപ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് കാണുമ്പോൾ അച്ഛൻ കഴിക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഇല്ല, ഞാൻ കുളിച്ചിട്ട് കഴിച്ചോളാം, നീ പോകാൻ വേണ്ടി റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ ആ അച്ഛൻ ഞാൻ പോകാൻ വേണ്ടി റെഡിയായെന്ന് പറയാണ്. അടുത്തതായിട്ട് ചന്ദ്രമതിയാണ് വരുന്നത്. രേവതി ചായ റെഡിയാണോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. ആ അമ്മേ ദാ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ, അതെന്താടി നീ അവിടെ ഉണ്ടാക്കി വെച്ചത്, നിനക്ക് ഇങ്ങോട്ട് കൊണ്ടു തന്നൂടെ എന്നുള്ള കാര്യം. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണ്? ചായയും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുകയാണേ. എന്നിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് സ്പൂണ് കൊണ്ട് പ്ലേറ്റിൽ ഇങ്ങനെ കൊട്ടുവാണ് കേട്ടോ ചെയ്യുന്നത്. ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ നോർമലി സ്കൂളിലൊക്കെ ബെല്ലടിക്കുന്നത് പോലെ ആ ശബ്ദം കേട്ടുകൊണ്ടാണ് ശ്രീകാന്തും അതുപോലെ വർഷയും വരുന്നത്. എന്താ രാവിലെ തന്നെ ഇവിടെ ശബ്ദം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഫുഡ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മണി അടിക്കുന്നത് പോലെ പ്ലേറ്റ് വെച്ചടിച്ചത് എന്ന് കരുതിയിട്ട് നീ ബെല്ലടിക്കാണോ ഇവിടെ ചെയ്യുന്നത്? ഞങ്ങളെയൊക്കെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് സച്ചി കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതി ഒരു കാര്യം ചെയ്യാം, ഇവിടെ വലിയൊരു മണി ഞാൻ തൂക്കിടാം, നീ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ഒക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതടിച്ചാൽ മതി, അപ്പോൾ എല്ലാവരും വന്നിട്ട് കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ സ്കൂളാണോ ഇവിടെ ബെല്ലടിക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ ഇത് വീടാണെന്നുള്ള കാര്യം ചന്ദ്രൻ നിനക്ക് അറിയില്ലേ, പിന്നെ പോയി എടുത്ത് കഴിച്ചാൽ എന്താന്ന് രവി തിരിച്ച് ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. രാവിലെ ഓരോ കാര്യം പറഞ്ഞ് തുടങ്ങിക്കോളും, എല്ലാവരും പോയി കഴിക്കാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുവാണ്. അപ്പോഴേക്കും നമ്മുടെ രവിയുടെ ഫോണിലേക്ക് അച്ഛമ്മ വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്ത ഉടനെ തന്നെ അമ്മ സുഖമാണോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ്. അച്ഛമ്മയാണെന്നുള്ള കാര്യം മനസ്സിലാകുമ്പോഴേക്കും സച്ചിൻ രേവതിയും അച്ഛനെ തന്നെ ചുറ്റിപ്പറ്റിയുണ്ട്. ഞാൻ നിന്നെ വിളിച്ച് സംസാരിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു, വരുന്ന 30-ാം തീയതി എന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അറിയാം അമ്മേ, അമ്മയുടെ 80-ാം പിറന്നാളല്ലേ, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അമ്മയുടെ അടുത്ത് കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ എന്നുള്ള കാര്യം രവി പറയുമ്പോഴേക്കും സച്ചി അത് കേട്ടല്ലോ. ഓ ശരിയാണല്ലോ, അച്ഛമ്മയുടെ പിറന്നാളല്ലേ വരുന്നത്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുകയാണ് കേട്ടോ. അച്ഛമ്മയ്ക്ക് 80 വയസ്സായി എന്നുള്ള കാര്യം ആരും കണ്ടാൽ പറയില്ല, ഇപ്പോഴും ഒരു 40-45 അത്രയൊക്കെ തോന്നിക്കുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അത് നിന്റെ കണ്ണിൽ മാത്രമാണ് സച്ചി എന്നുള്ള കാര്യം പറയാണേ. അച്ഛമ്മയെ ഐസ് വെക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമതിക്ക് നല്ല കുശുമ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛമ്മയുടെ 80-ാം പിറന്നാളല്ലേ, നന്നായിട്ട് ആഘോഷിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് വർഷ അവരുടെ അരികിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വേണം അമ്മ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്തു, ഏതോ ഒരു അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്, അത് നീ ചെയ്യുന്ന അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ വിളിച്ചതെന്നുള്ള കാര്യം പറയണം അച്ഛമ്മ. സാധാരണ എല്ലാവർക്കും നമ്മൾ അമ്മ അങ്ങനെയല്ലേ ചെയ്യുന്നത്, അച്ഛനും അങ്ങനെയല്ലേ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന് എൻ്റെ അച്ഛൻ 50 വയസ്സാകുമ്പോഴേക്കും മരിച്ചു പോയില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ചിട്ടാണ് പറഞ്ഞതെന്ന് പറയാണേ. എനിക്ക് അവിടെ പോകുന്നതിനൊന്നും വലിയ താല്പര്യമില്ല രവി, നമ്മളെല്ലാവരും കുടുംബത്തോടു കൂടി സന്തോഷമായിട്ടിരിക്കണം, അതാണ് എനിക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറയാണേ. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി നാട്ടിലേക്ക് വരണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അച്ഛമ്മ പറയുന്നത്. അതിന് സച്ചിക്കും അതുപോലെ തന്നെ രവിക്കും ഒക്കെ സമ്മതമാണ്. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ ഓരോരോ ഒഴിവുകളികൾ പറയുന്നുണ്ട്. ആർക്കും ജോലിയൊന്നും അങ്ങനെ ഉപേക്ഷിച്ചിട്ട് വരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള രീതിയിലെ. സുധിയാണെന്നുണ്ടെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, അതുകൊണ്ട് തന്നെ 2-3 ദിവസം ഒന്ന് ലീവ് കടക്കി വെച്ചിട്ട് വരാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാണ്. അതുപോലെ തന്നെ ശ്രീകാന്തിനും വർഷയ്ക്കും ഒക്കെ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത വർക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൂടി പറയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അച്ഛമ്മ ഇങ്ങോട്ട് പോരെ എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. അത് നല്ല ഐഡിയ ആണെന്നുള്ള കാര്യം എല്ലാവരും പറയണേ. പക്ഷെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇവള് വെറുതെ ആവശ്യമില്ലാത്ത തള്ളേനെ ഇങ്ങോട്ട് വരുത്താണ്, എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പ്രാഗിക്കൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മയുടെ പിറന്നാൾ ദിവസം അച്ഛമ്മ ഇങ്ങോട്ട് വന്നോളാം എന്നുള്ള കാര്യം എല്ലാവരുടെയും അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് അച്ഛമ്മ ഒരു തീരുമാനം പറയാനാണ് ചെയ്യുന്നത്. അച്ഛമ്മയുടെ ഫോൺ വെച്ചതിന് ശേഷം സച്ചിൻ രേവതിയും കൂടി റൂമിൽ ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണേ. അച്ഛമ്മയ്ക്ക് ഒരു സ്വർണത്തിന്റെ മാല മേടിച്ചു കൊടുക്കണമെന്ന് സച്ചിക്ക് വലിയ ആഗ്രഹമുണ്ട് പിറന്നാൾ സമ്മാനമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടം വാങ്ങുന്നതിൽ നിനക്ക് വല്ല എതിർപ്പുണ്ടോ എന്നൊക്കെ രേവതിയുടെ അടുത്ത് ചോദിക്കുകയാണേ. അതിൽ എനിക്ക് എന്ത് എതിർപ്പാണ് സച്ചിയായിട്ട് ഉള്ളത്, അച്ഛമ്മയ്ക്ക് വേണ്ടി ചെയ്യുക എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് ആരുടെ നിന്നെങ്കിലും കടം കിട്ടുമോ എന്നുള്ള കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. സച്ചിയെ നോക്കിയതും വളർത്തിയതൊക്കെ അച്ഛമ്മയാണെന്നുള്ള കാര്യം നമ്മുടെ രേവതിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛമ്മയുടെ പിറന്നാളിന് എന്തെങ്കിലും സച്ചിക്ക് ഭയങ്കര വലുതായിട്ട് കാര്യം ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് രേവതിയും കടം മേടിക്കാൻ വേണ്ടിയിട്ട് സമ്മതം കൊടുക്കുന്നത്. രേവതിയുടെ സമ്മതം കിട്ടിയതോട് കൂടിയിട്ട് സച്ചിയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി പോയിട്ട് 3-4 ആൾക്കാരുടെ അടുത്ത് കടം ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത്രയും കാശൊന്നും ആർക്കും തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറയാണ്. ഒന്നെങ്കിൽ ആധാരോ അല്ലെങ്കിൽ വണ്ടിയോ അല്ലെങ്കിൽ സ്വർണ്ണ വീട് വെക്കണം, എന്നാൽ മാത്രമേ അത്രയും വലിയ തുക തരാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സ്വർണ്ണം മേടിക്കാനാണല്ലോ സച്ചി ഈ പണം ചോദിക്കുന്നത്. അപ്പൊ സ്വർണ്ണ വീട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തരാൻ വേണ്ടി പറ്റുമെന്നൊക്കെ അങ്ങനെ പണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സച്ചി പോയതാണ്. പക്ഷെ അത് നിരാശയാവുകയാണ്. സച്ചി ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് തിരികെ വരുന്നത്. അത് കാണുമ്പോൾ രേവതി കാര്യം അന്വേഷിക്കുന്നുണ്ട്. എവിടുന്നും കടം കിട്ടിയില്ല എന്നുള്ള കാര്യം പറയാണ്. ഇനിയിപ്പോൾ സച്ചിയേട്ടൻ എന്താ ചെയ്യുക, എനിക്കും അറിയുന്ന ഒരു പലിശക്കാരനുണ്ട്, പക്ഷെ ഞാൻ ഓൾറെഡി കടം മേടിച്ചതുകൊണ്ട് തന്നെ അത് തീരാണ്ട് അവർ വേറെ തരില്ല എന്ന് പറയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും രേവതി? എന്തായാലും അച്ഛമ്മയ്ക്ക് ഞാൻ ഒരു ചെയിൻ മേടിച്ചു കൊടുക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോയി. അച്ഛമ്മ എനിക്ക് വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ ഒരുപാട് കാര്യം ചെയ്തതാണ്, പക്ഷേ എന്നെ കൊണ്ട് ഈ കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുവാണേ സച്ചി.
ഈ കാര്യത്തിന്റെ പേരിൽ എന്തിനാ സച്ചിട്ട് ഇങ്ങനെ വിഷമിക്കുന്നത്? അച്ഛമ്മയ്ക്ക് ചെയിന് മേടിച്ചു കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ, അത് നമുക്ക് മേടിച്ചു കൊടുക്കാന്ന് രേവതി പറയുമ്പോൾ അതെങ്ങനെ രേവതി മേടിച്ചു കൊടുക്കുന്നത്? കടം ചോദിച്ചിട്ട് ആരും പൈസ തന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനെന്താ സച്ചേട്ടാ, എന്റെ സ്വർണം അമ്മയുടെ കയ്യിലില്ലേ, നമുക്ക് ആ സ്വർണം മേടിച്ചിട്ട് അച്ഛമ്മയ്ക്ക് ചെയിൻ മേടിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം പറയാണേ. നീ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ അമ്മയ്ക്ക് ഊരി കൊടുത്തത്, പിന്നെ അത് മേടിക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് അത് വേണ്ട എന്ന്. പക്ഷെ അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് മേടിച്ചിട്ട് ചെയിൻ മേടിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ അപ്പോൾ നിന്റെ ശബ്ദം എന്താവും എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത് സച്ചേട്ടൻ മേടിച്ചെന്ന ആഭരണങ്ങൾ മാത്രമേ ഞാൻ ഇടൂ എന്നുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ആ സ്വർണം മേടിച്ചിട്ട് കൊണ്ടെങ്ങാണ്ട് മാറ്റി അച്ഛമ്മയ്ക്കല്ലേ ചെയിൻ മേടിക്കാൻ വേണ്ടി പോകുന്നത്. അച്ഛമ്മ മേടിച്ചു തന്ന സ്വർണം നമ്മൾ അച്ഛമ്മയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത് പോലെ ആവില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഇടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അച്ഛമ്മ എനിക്ക് സ്വർണം മേടിച്ചു തന്നത്. എന്നാൽ സച്ചേട്ടന്റെ ആഗ്രഹം അത് അച്ഛമ്മ ഇടണം എന്നുള്ള കാര്യമാണ്. സച്ചേട്ടന്റെ ആഗ്രഹം നിറവേറ്റലാണ് എന്റെ ആഗ്രഹം എന്നുള്ള കാര്യം പറയുമ്പോൾ നീ നന്നായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പൊ പോയിട്ട് അമ്മയുടെ അടുത്ത് സ്വർണം ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ വെറുതെ കുഴപ്പമുണ്ടാക്കില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്തിനാ പോയിട്ട് സച്ചേട്ട ചോദിക്കുന്നത്? നമുക്ക് അച്ഛൻ്റെ അടുത്ത് പറയാം, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് മേടിച്ചു തരുമെന്ന് പറയുമ്പോൾ അത് നല്ല ഐഡിയ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അച്ഛൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അമ്മയ്ക്ക് തരാതിരിക്കാൻ വേണ്ടി പറ്റില്ല, എന്തായാലും അച്ഛൻ ഹാളിലുണ്ട്, നമുക്ക് പോയി ചോദിക്കാം എന്നുള്ള കാര്യം പറയുകയാണേ. അച്ഛൻ അവിടെ ഇരിക്കുന്നത് കാണുമ്പോഴേക്കും സച്ചിക്കാണെങ്കിൽ പോയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് മടിയാവുകയാണേ. രേവതി നീ പോയി ചോദിക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ തന്നെ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഉന്തി തള്ളി വിടുവാണേ. അപ്പോഴും സച്ചിക്ക് ചോദിക്കാനായിട്ട് ഭയങ്കര മടിയുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ഉരുണ്ട് കളിക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു കാര്യം അവർക്ക് ചോദിക്കാനുണ്ട് എന്നുള്ള കാര്യം രവിക്ക് മനസ്സിലാവാണേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഒരു കാര്യം എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടല്ലോ, കാര്യം എന്താന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് സച്ചി തന്നെ ചോദിക്കാൻ കേട്ടോ, അച്ഛ അന്ന് അമ്മയ്ക്ക് ഊരി കൊടുത്തില്ല നമ്മുടെ രേവതിയുടെ സ്വർണം, ആ സ്വർണം തിരികെ അമ്മയുടെ അടുത്തൊന്നും തരാൻ വേണ്ടി പറയുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത്രയുള്ള കാര്യം, അത് ഞാൻ ചന്ദ്ര വരുന്ന സമയത്ത് തിരികെ തരാൻ വേണ്ടിയിട്ട് പറയാം എന്നുള്ള കാര്യം പറയണേ. ഇവിടെ എന്താവശ്യത്തിനാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം പോലും രവി ചോദിക്കുന്നില്ല. കാരണം രവി മേടിച്ചു കൊടുത്ത സ്വർണം രേവതി തിരികെ ചോദിക്കുക എന്നുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ രവിക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ. അച്ഛൻ പെട്ടെന്ന് തന്നെ മേടിച്ച് തരാം എന്നുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇടയ്ക്കുണ്ടാവുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിയാണെന്നുണ്ടെങ്കിൽ ആ സ്വർണം കൊണ്ടുപോയിട്ട് വിറ്റിട്ടുണ്ട്, അത് ചന്ദ്രയ്ക്ക് അറിയില്ല കേട്ടോ. സുധി ഇവര് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് തിരികെ സ്വർണം മേടിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം കൂടി കേട്ടിട്ട് സുധി വേഗം ഓടി ചെല്ലുവാണ് കേട്ടോ ചന്ദ്രയ്ക്കരികിലേക്ക്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബാമയുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ സുധി അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ബാമയുടെ അടുത്ത് ഈ സ്വർണത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ബാമ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ രേവതിയുടെ സ്വർണ്ണം എടുത്തിട്ട് അവന്റെ കയ്യിൽ കൊടുത്തത് എന്നുള്ള കാര്യം. എന്തായാലും ലോക്കറിൽ ചുമ്മാ ഇരിക്കുകയാണ്, അത് അവനെങ്കിലും ഉപകാരപ്പെടട്ടെ, ഇനിയിപ്പോ രേവതി തിരികെ ചോദിച്ചാലോ എന്നുള്ള കാര്യം ബാമ ചോദിക്കുമ്പോൾ അവൾ അങ്ങനെ തിരികെ ചോദിക്കുന്നില്ല. അവൾ വലിയ ശബ്ദമൊക്കെ ചെയ്തതല്ലേ അന്ന്. പിന്നെ സച്ചി അവനാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കില്ല. പിന്നെന്താ പ്രശ്നം? എന്തായാലും സുധിയുടെ കയ്യിൽ കാശ് വരുന്ന സമയത്ത് അവൻ പണയം വെച്ച സ്വർണം തിരികെ എടുത്തു തരും എന്നുള്ള കാര്യം കൂടി പറയാണേ. അത് ഞാൻ അതുപോലെ തന്നെ തിരികെ ലോക്കറിലും വെക്കും എന്നുള്ള കാര്യം ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ആശ്വാസത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സുധിയുടെ എൻട്രിയെ. സുധിയെ കണ്ട ഉടനെ തന്നെ എന്തായാലും നീ വന്നല്ലോ, ഞാൻ ഓട്ടോ പിടിച്ച് പോകണമെന്ന് വിചാരിച്ചതാണ്, നിന്റെ കൂടെ ഇനി കാറിൽ പോകാലോ, അപ്പൊ നമുക്ക് പോയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോഴേക്കും അല്ല അമ്മ അതല്ല, സച്ചി സ്വർണം രേവതി അത് ഇതെന്നൊക്കെ പറയാണേ. നീ എന്താ സുധി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, വല്ല റൈംസ് പറയുന്നത് പോലെ? അതല്ല ആന്റി, അച്ഛൻ്റെ അടുത്ത് അമ്മ അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എന്താണ് അച്ഛൻ എന്തെങ്കിലും ശരീരത്തിന് സുഖമില്ലായ്മ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അതല്ല അമ്മേ, നമ്മുടെ ശരീരത്തിനാണ് ഇനി സുഖമില്ലാണ്ടാവാൻ വേണ്ടി പോകുന്നത്, നീയൊന്ന് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തൊലയ്ക്കടാ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോഴാണ് സുധി അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയുന്നത്. അമ്മേ സച്ചി പോയിട്ട് അച്ഛൻ്റെ അടുത്ത് സ്വർണം തിരികെ വേണം എന്നുള്ള കാര്യം പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ ഏത് സ്വർണം എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. അന്ന് രേവതി അമ്മയ്ക്ക് ഊരി തന്നില്ലേ, ആ സ്വർണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ രേവതിയും കൂടി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കുന്നു എന്ന് പറയാണേ. അമ്മ വീട്ടിലേക്ക് തിരികെ എത്തിയതിന് ശേഷം മേടിച്ചു തരാം എന്നുള്ള കാര്യം അച്ഛനും അവരുടെ അടുത്ത് പറഞ്ഞു. എന്തിനായിരിക്കും സ്വർണം തിരികെ ചോദിക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും ഒരുപക്ഷെ ചന്ദ്രയെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും എന്നുള്ള കാര്യം ചോദിക്കുകയാണ് നമ്മുടെ ബാമ. അല്ല വേറെന്തോ ആവശ്യത്തിന് ചോദിക്കുന്നത് പോലെയാണ് അമ്മ എനിക്ക് തോന്നിയെന്നുള്ള കാര്യം സുധി പറയുന്നുണ്ട്. പക്ഷെ അമ്മയെ സ്വർണം ഇന്ന് തന്നെ വേണമെന്നുള്ള മട്ടിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ബാമ ചിരിക്കാനാണ് ചെയ്യുന്നത്. ചന്ദ്ര നീ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ 6 മാസം കഴിഞ്ഞിട്ട് സ്വർണം കൊടുത്താൽ മതി എന്നുള്ള കാര്യത്തെ കുറിച്ച്, ഇപ്പോ അരമണിക്കൂർ കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥയായില്ലേ? ബാമ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നീ ചുമ്മാ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കില്ലേ ബാമേ. എടാ സുധി, ഞാനിപ്പോ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രവിയേട്ടൻ എന്റെ അടുത്ത് സ്വർണം ചോദിക്കും, ഞാൻ എന്താ ചെയ്യാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് തന്നെ അമ്മ എനിക്കും അറിയാത്തത്. എടാ ആ സ്വർണത്തിന്റെ പേരിൽ ഞാനും കുറച്ച് ഓവറായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ സ്വർണം ചോദിക്കുന്ന സമയത്ത് തിരികെ കൊടുത്തിട്ടില്ലെങ്കിൽ അത് നാണക്കേടാകും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ സ്വർണം തിരികെ എടുത്തോണ്ട് വരണമെന്ന് പറയണേ. അത് അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് സുധി ഉരുണ്ട് കളിക്കുമ്പോൾ
ചോദിക്കുമ്പോഴേക്കും എന്താടാ പണത്തിന്റെ കാര്യത്തെ കുറിച്ചായിരിക്കില്ലേ നീ ചിന്തിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, ഞാൻ എന്റെ സ്വർണ്ണം കോരി തരാം, നീ ആ സ്വർണ്ണം കൊണ്ടുപോയി വെച്ചിട്ട് ഈ സ്വർണ്ണം തിരികെ എടുത്തോണ്ട് വരാൻ വേണ്ടി പറയാണേ. അതല്ല അമ്മേ, പണം ഇപ്പൊ പ്രശ്നമായിട്ടുള്ള കാര്യമില്ല, പക്ഷെ അത് തിരികെ കിട്ടില്ല എന്ന് പറയാണേ. എന്താണ് കടയിൽ നിന്ന് ലീവാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല അമ്മേ, ഞാനത് പണയം വെക്കല്ല ചെയ്തത്, വിറ്റു. അത് കേട്ടിട്ട് ഭാമയും അതുപോലെ തന്നെ ചന്ദ്രയും ആകെ ഷോക്കായിട്ട് നിൽക്കുവാണേ. എന്താണ് നീ പറയുന്നത്? നിന്റെ അടുത്ത് ഞാൻ പണയം വെക്കാനല്ലേ തന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മ അത് പണയം വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം കിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിറ്റെന്ന് പറയണേ. എന്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് സുധിയെ കുറെ അടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്ര. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട്. എടാ ഞാൻ അപ്പോഴേ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ സ്വർണം തിരികെ അവർ ചോദിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച്, എന്നിട്ട് നീ എന്തിനാണ് കൊണ്ടുപോയി വിറ്റത്? നിന്റെ അടുത്ത് ഞാൻ പണയം വെക്കാൻ വേണ്ടിയിട്ടല്ലേ തന്നെന്നുള്ള കാര്യം ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ അടിക്കണേ. അതിന്റെ ഇടയ്ക്ക് ഭാമ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് വീട് മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭാമയെ അങ്ങ് മാറ്റി നിർത്തുവാണേ. നീ എന്താണ് വിറ്റ കാര്യം എന്റെ അടുത്ത് പറയേണ്ടിരുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതായിരുന്നു, പക്ഷെ അപ്പോഴേക്ക് ശ്രുതി വന്നു, പിന്നെ ഞാൻ മറന്നുപോയി എന്ന് പറയണേ. ഇപ്പൊ അവര് സ്വർണം തിരികെ ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ചോദിക്കാനുണ്ട് ചന്ദ്രമതി. അത് കേട്ട ഭാമ പറയുന്നുണ്ട്, എന്തായാലും സ്വർണ്ണം ഇല്ലാതെ നിനക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല ചന്ദ്രേ. അതിനിടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട്, അമ്മ ഞാൻ ആ കടക്കാരന്റെ നമ്പർ ഉണ്ടോ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ നീ വിളിച്ചു നോക്കടാ, ഞാൻ എന്റെ സ്വർണ്ണം തരാം, എങ്ങനെയെങ്കിലും ആ സ്വർണ്ണം എടുത്തോണ്ട് വാ എന്നുള്ള കാര്യം പറയാണേ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ കടയിലേക്ക് വിളിച്ചു നോക്കുകയാണ്. കടയിലുള്ള കടക്കാരൻ പറയുന്നുണ്ട്, പണയം വെച്ച സ്വർണം എന്ന് പറയുന്നത് ജീവനുള്ളത് പോലെ തന്നെയാണ്, കാരണം പണം കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരികെ കിട്ടും. പക്ഷേ വിറ്റ സ്വർണം എന്ന് പറയുന്നത് മരിച്ചതുപോലെയാണ്, പിന്നെ അതൊരിക്കലും കിട്ടില്ല എന്നുള്ള കാര്യം പറയാണേ. അങ്ങനെ ആ സ്വർണം പോയി എന്നുള്ള കാര്യം ചന്ദ്രമതിയുടെ അടുത്ത് വന്നിട്ട് കാര്യം പറയാണേ. അങ്ങനെ ആ സ്വർണ്ണം ഇനി കിട്ടില്ല, അതൊക്കെ അവർ ഒരുക്കി എന്നുള്ള കാര്യം അറിഞ്ഞ് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ.